പ്രവാചകന്മാരുടെ കഥകളൊക്കെ നമ്മള് പഴയ നിയമത്തിലൂടെ വായിച്ചിട്ടുണ്ട് അല്ലേ അല്ലേ? ഏറ്റവും അധികം ഞാൻ ഏറ്റവും കൂടുതൽ എന്റെ മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഒരു വ്യക്തിയാണ് മോശ. നമ്മളറിയാം, മോശ ഇസ്രായേൽ ജനത്തെ കൊണ്ട് നടന്നു പോയപ്പോഴും നമുക്കറിയാം ഈ മോശ തെരഞ്ഞെടുക്കുന്നത് തന്നെ ആ സമയത്ത് ഒത്തിരി ബുദ്ധിമുട്ടിലൊക്കെയാണ്. മോശ വിക്കനായിരുന്നു അല്ലെ, മോശക്ക് സംസാരിക്കാൻ കഴിവില്ലായിരുന്നു. അപ്പൊ ദൈവം പറയുന്നുണ്ട് മോശയോട്, നീ കടന്നു പോവാൻ, നീ അവിടെ പോയി ഇസ്രായേൽ ജനത്തെ തിരിച്ചുകൊണ്ടുവരിക ധൈര്യത്തോടെ പറഞ്ഞുവിടുക. പക്ഷെ മോശ പറയുന്നുണ്ട്, എനിക്ക് സംസാരിക്കാനുള്ള കഴിവില്ല, ഇവരുടെ മുന്നിൽ പോയി ഞാൻ എന്ത് പറയാനാ, എന്ത് സംസാരിക്കാനാ. പക്ഷെ ദൈവം മോശയെ പറഞ്ഞുവിടുകയാണ് പരീക്ഷകളെ അതിജീവിക്കാനായിട്ട്. അങ്ങനെ മോശ തന്റെ പരീക്ഷകളെ അതിജീവിച്ച് ആ ജനത്തെ കൊണ്ട് കടന്നു വരുന്ന ശീലം കാണാൻ സാധിക്കുന്നു. അവിടുന്ന് പല വിധത്തിൽ നമ്മൾ കഥകളൊക്കെ വായിച്ചില്ലല്ലോ, നമ്മൾ ഇതിനകത്ത് ബൈബിളിലൂടെ നമ്മളെ ചരിത്ര സംഭവങ്ങളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഏതെല്ലാം വിധത്തിലാണ് ഇസ്രായേൽ ജനത്തെ അവിടുന്ന് കൊണ്ടുവന്നത്. എന്നാൽ ഇവിടെ ഏറ്റവും അധികം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭാഗം ഞാൻ പറയുകയാണെങ്കിൽ, മോശ ആ ഇസ്രായേൽ ജനത്തെ കൊണ്ട് ചെങ്കടൽ കടക്കുന്ന ഒരു സീനുണ്ട് അല്ലേ? അത് എല്ലാവരുടെ മനസ്സിലുണ്ട്. എങ്ങനെയായിരുന്നു? അതായത് ദൈവം പറഞ്ഞ വഴിയെ കൊണ്ട് കടന്നു പൊക്കോ, പക്ഷെ ദൈവം ആഗ്രഹിച്ച വഴി കൂടാണ് കൊണ്ടുപോയത്, മറുവശത്തൂടെ കൊണ്ടുപോയില്ല. അതായത് മറുവശത്തൂടെ കൊണ്ടുപോയെന്ന് പറഞ്ഞത് വചനം പറയുന്നത്, ദൈവം അവരെ നേരായ വഴി കൂടെ കൊണ്ടുപോകാതെ മറുവശത്തൂടെ സഞ്ചരിപ്പിച്ചു. കാരണം അവർ പിടിക്കപ്പെടാതിരിക്കാനും അവരെ രക്ഷിക്കുവാനുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ്. അങ്ങനെ മോശ അവിടെ വന്ന് നിൽക്കുമെന്താണ് മോശയ്ക്ക് വേണ്ടി കാണാൻ സാധിക്കുന്ന വലിയൊരു കടലിന്റെ മറുകരയിൽ വന്ന് മോശയ്ക്ക് നിൽക്കുക, വലിയൊരു പ്രതിസന്ധി. അപ്പൊ ഇത്രയും വരുന്ന ജനക്കൂട്ടത്തെ കൊണ്ട് വരുന്ന സമയത്ത് മോശയോട് ജനങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഞങ്ങളെ ഇവിടേക്ക് കൊണ്ടുവന്നത്? ഇവിടെ ഞങ്ങൾ ഇവിടെ കിടന്ന് മരിക്കാനാണ്, അത് ഈജിപ്തില് ഞങ്ങൾക്ക് കിടക്കാനായിട്ട് അല്ലെങ്കിൽ അവിടെ മരിക്കാനായിട്ട് ഇടമില്ലാഞ്ഞിട്ടാണോ ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ പരിഹാസങ്ങളും നിന്ദനങ്ങളും പരീക്ഷണങ്ങളുടെ ഒരു നടുവിലാണ് മോശ നിൽക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ പരീക്ഷണങ്ങൾ വരുന്ന ഓരോ ജീവിത സാഹചര്യം നമുക്കുണ്ടാകും. അവിടെ തമ്പുരാൻ നമ്മളോട് ചോദിക്കും ചിലപ്പോൾ, നിന്റെ കയ്യിൽ എന്തുണ്ട്? മോശയോട് ചോദിച്ചെന്താണ്? മോശ അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ കൈ ഉയർത്തി പിടിച്ച് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എനിക്ക് എങ്ങനെ മുന്നോട്ട് കിടക്കാൻ സാധിക്കും? ഇതിന്റെ പുറകുവശത്ത് ഒരു ആരവത്തോടു കൂടി ആരവം കേൾക്കാം. ആരുടെ? ഫറവോയുടെ സൈന്യത്തിന്റെ ഒരു ആരവം കേൾക്കാം. അങ്ങ് ദൂരെ അങ്ങ് നോക്കുമ്പോൾ വലിയൊരു സൈന്യം ഇങ്ങനെ എരച്ചു വരുന്നു. ഈ മക്കളെ കൊണ്ട് മോശയ്ക്ക് പോകാൻ മറ്റൊരു വഴിയില്ല. അവിടെ നിന്നുകൊണ്ട് മോശ ചെയ്തതാണ്, രണ്ട് ഇരുകരങ്ങൾ ഉയർത്തിക്കൊണ്ട് ദൈവത്തിന്റെ ഉയർത്തുകയാണ്. കൈ ഉയർത്തിയപ്പോൾ മോശയുടെ നിലവിളി ദൈവം കേട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മോശയുടെ നിലവിളി, ദൈവം ഞാൻ എന്ത് ചെയ്യണം ഈ ജനത്തെ കൊണ്ട്? പ്രിയ മക്കളെ, നമുക്കുണ്ടാകുന്ന ചില പ്രതിസന്ധികള്, ചില പ്രശ്നങ്ങള്, ചില വേദനകള്, ചില രോഗങ്ങള് നമ്മെ അലട്ടിക്കൊണ്ട് ചില പ്രതിസന്ധിയുടെ നടുവില് മോശ കൈ ഉയർത്തിയ പോലെ നാം ഉയർത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ആ വലിയ പ്രതിസന്ധിയെ കടന്നു പോകാൻ സാധിക്കുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മോശയോട് ദൈവം ചോദിച്ചത് എന്താണ്? നിന്റെ കയ്യിൽ എന്താണുള്ളത് അല്ലെ? നിന്റെ കയ്യിൽ ഇരിക്കുന്നത് എന്താണ്? അപ്പൊ മോശ പറഞ്ഞിരിക്കുന്ന വടി. മോശക്കറിയാം ഈ വടി കൊണ്ട് ഇതിനു മുൻപേ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് അല്ലെ? മോശക്കറിയാം ഈ വടി കൊണ്ട് നേരത്തെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. എന്താണ് അത്ഭുതം പ്രവർത്തിച്ചത്? എന്താരും ചെയ്തിരുന്നത്? അത് അറിയില്ലേ? സർപ്പത്തെ അല്ലെ? അവിടെ അതായത് ഫറവോയുടെ മുന്നിൽ വെച്ച് അത്ഭുതം പ്രവർത്തിക്കാൻ പറഞ്ഞപ്പോഴ് വടി ദൈവം പറയുന്നുണ്ട്, ആ വടി താഴേക്ക് ഇടുക. താഴെ ഇട്ടപ്പോൾ അവിടെ അതൊരു സർപ്പമായി പാമ്പായി മാറിയല്ലേ? അപ്പൊ ഇതുകൊണ്ട് മോശയ്ക്ക് നല്ല ബോധ്യമായിരുന്നു, ഈ വടി കർത്താവ് തന്നിരിക്കുന്ന വടി കൊണ്ട് എനിക്കറിയാം അത് വിശ്വാസത്തോടു കൂടി മോശ എടുത്ത് പ്രവർത്തിക്കുക ചെയ്ത്. വിശ്വാസത്തോടു കൂടി ആ വടി എടുത്തപ്പോൾ എന്താണ് സംബന്ധിച്ച് മോശയുടെ ദൈവം പറയാണ്, നീ ആ വടി ജലത്തിന് മീതെ നീട്ടുക. ജലത്തിന് മീതെ നീട്ടിയപ്പോൾ ആ ജലം രണ്ടായി മാറുന്നത് നമ്മൾ കഥകളൊക്കെ വായിച്ചിട്ടുള്ളല്ലേ? അതിലൂടെ ഇസ്രായേൽ ജനത്തെ കൊണ്ടുപോവുകയാണ്. അപ്പൊ ഇതുപോലെ കർത്താവ് ചോദിക്കുകയാണ്, നമ്മുടെ പ്രതിസന്ധികള്, നമ്മുടെ പ്രശ്നങ്ങളില് നമുക്ക് ദൈവം തന്നിരിക്കുന്ന വടി ഏതാണ്? എന്ത് വടിയാണ് തന്നിരിക്കുന്നത്? ഇവിടെയൊക്കെ ഓരോ വടികൾ. എന്താണ് വടി? എന്താണ് ദൈവവചനമാകുന്ന വടി. പിന്നെ എന്താണുള്ളത്? എന്താണ്? എല്ലാം ഒക്കെ ദൈവവചനമാകുന്ന വടി എന്തുകൊണ്ടല്ലേ? പക്ഷേ നമുക്ക് ചിന്തിക്കേണ്ട, നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ വടിയാണ് പ്രാർത്ഥന എന്ന് പറയുന്ന വടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ എന്താണ്? നമുക്കൊരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ
വിശ്വാസത്തോടു കൂടി എടുക്കണം. എങ്കിൽ മാത്രമേ ആ വടി കൊണ്ട് ഉപകാരം ഉണ്ടാവുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനയാകുന്ന വടി, ചെങ്കടലിൽ നീ നമ്മുടെ പ്രതിസന്ധി, നമ്മുടെ പ്രശ്നങ്ങളാകുന്ന ചെങ്കടല്, നമ്മുടെ ബുദ്ധിമുട്ടാകുന്ന ചെങ്കടലിന് നേരെ ആ വടിയെടുത്ത് നീട്ടുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും സ്വർഗത്തിൽ നിന്ന് അവിടുന്ന് തന്റെ അനുഗ്രഹങ്ങൾ നമ്മളെ വർഷിക്കുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. വേറൊന്നുണ്ട്. രണ്ടാമത് പറയാണ്, യാക്കോബിലെ പറയാണ് 13 പരീക്ഷിക്കപ്പെടുമ്പോൾ താൻ ദൈവത്താലാണ് പരീക്ഷിക്കപ്പെടുന്നതെന്ന് ഒരുവനും പറയാതിരിക്കട്ടെ. എന്നാൽ ദൈവം തിന്മയാൽ പരീക്ഷിക്കപ്പെടുന്നില്ല, അവിടുന്ന് ആരെയും പരീക്ഷിക്കുന്നുമില്ല. ഹല്ലേലൂയ. ദൈവം ഒരിക്കലും ആരെയും പരീക്ഷിക്കുന്നില്ല. നമ്മൾ പലപ്പോഴും നമുക്ക് ചില പ്രതിസന്ധി, ഒരു പ്രശ്നം നമ്മൾ പെട്ടെന്ന് എന്റെ ദൈവമേ എന്ന് വിളിച്ച് എന്തിനെനിക്ക് സംഭവിച്ചു, അല്ലെ, എനിക്കിത് എന്തുകൊണ്ട് പറ്റി, എനിക്ക് എന്തുകൊണ്ട് ഉണ്ടായി എന്ന് നമ്മൾ ദൈവത്തെ പരീക്ഷിക്കും, അല്ലെ. ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ല. ദൈവമക്കളെ, ദൈവം ഒരിക്കലും ആരെയും പരീക്ഷിക്കുന്നില്ല. അങ്ങനെ ഒരു പരീക്ഷണ ഘട്ടത്തിലേക്ക് ദൈവം ആരെയും വിടുന്നുമില്ല. പക്ഷേ നമ്മൾ ഒരിക്കലും അത് പറയില്ല. പരീക്ഷകളെ അതിജീവിക്കാനായിട്ട് ദൈവം നമ്മളെ പഠിപ്പിക്കുകയാണ്. ചില പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നിങ്ങൾക്കറിയാവോ, ഈ കഴുകൻ എങ്ങനെയാണ്, കഴുകന്റെ ജീവിതങ്ങൾ വായിച്ചു കേട്ടിട്ടുണ്ടോ? കഴുകനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കഴുകൻ തന്റെ കുഞ്ഞുങ്ങളെ മുട്ടയിടുന്ന എവിടാന്നറിയാവോ? വളരെ ഹാർഡായ സ്ഥലങ്ങളായിരിക്കും. കാരണം അത് ഏറ്റവും ഷാർപ്പായിട്ടുള്ള മരത്തിന്റെ മുകളില്, അല്ലെങ്കിൽ ഏറ്റവും കട്ടിയുള്ള മരത്തിന്റെ മുകളില്, അല്ലെങ്കിൽ ഏതെങ്കിലും ഹാർഡായിട്ടുള്ള പ്രതലത്തിലായിരിക്കും അത് തന്റെ കുഞ്ഞുങ്ങളെ വിരിക്കാൻ വേണ്ടി മുട്ടയിടുന്നത്. കാരണം എന്തിനാണെന്നറിയാമോ? ഈ കുഞ്ഞുങ്ങൾ മുട്ട പൊട്ടി തിരിച്ചു വരുമ്പോൾ, പുറത്തേക്ക് വരുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ ശരീരം ഈ ഹാർഡ്, അല്ലെങ്കിൽ ഈ കട്ടിയുള്ള ഈ പ്രതലത്തിലേക്ക് വേണം അവര് വളർന്നു വരാൻ. അല്ലാതെ സോഫ്റ്റ് ആയിട്ട് നമ്മുടെ മക്കളെ നമ്മളെവിടെ കിടത്തുന്നത്? സ്പോഞ്ച് അതിന്റെ മേളില്, എത്ര തരം സ്പോഞ്ചുകൾ അതിന്റെ മേളിൽ കിടത്തി വളരെ സ്മൂത്ത് ആയിട്ട് നമ്മൾ കിടത്തുള്ളൂ. പക്ഷെ കഴുകൻ കിടത്ത് അങ്ങനെയല്ല. എല്ലാവരും ശ്രദ്ധിച്ചു നോക്കിയോ, കഴുകൻ നിങ്ങൾ ഗൂഗിൾ അടിച്ചു നോക്കിയോ, കഴുകൻ തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൂട് കിട്ടുന്നത് വളരെ ഹാർഡായിട്ടുള്ള കമ്പോളം കൊണ്ടാണ്. എന്നാൽ കുരുവിയും മറ്റ് കുഞ്ഞു കിളികൾ കൂട് വയ്ക്കുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള തിങ്സ് കൊണ്ടാണ്. പക്ഷെ കഴുകൻ കിട്ടുന്നത് വലിയ വലിയ മരച്ചില്ലകള്, വലിയ വലിയ മുള്ളുകളുള്ള കമ്പുകൾ കൊണ്ടാണ് ഈ മുട്ടയിടുന്നത്. ഈ മുട്ട വിരിഞ്ഞ് കുഞ്ഞ് വരുമ്പോൾ അതിന്റെ ഈ ലോലമൃതമായ ശരീരത്തിലേക്ക് ഈ മുള്ളുകൾ കൊണ്ട് കുഞ്ഞുങ്ങൾ ജരുങ്ങി അങ്ങനെ പ്രതിസന്ധിയുടെ ഈ വേദനയുടെ നടുവിലൂടെ വേണം ഈ കുഞ്ഞുങ്ങൾ വളർന്നു വരാൻ. അങ്ങനെ ഈ കുഞ്ഞു വളർന്നു വന്ന് തന്റെ ചിറകുകൾ വന്നു കഴിയുമ്പോൾ അടുത്തിട്ട് കഴുകൻ വിടുന്നില്ല. പിന്നെന്താ ചെയ്യുന്നത്? ഈ കഴുകൻ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് പറക്ക പഠിപ്പിക്കാൻ ഒരു പോക്കുണ്ട്. അത് നിങ്ങൾ കേട്ടിരിക്കാൻ, കഥ കേട്ടപ്പോൾ എനിക്കറിയില്ല. അത് ഏറ്റവും ഉയരങ്ങളിലേക്കാണ് കഴുകൻ പറക്കണത്. തന്റെ ആ കൂർത്ത കൊമ്പുകളില് ഈ കുഞ്ഞുങ്ങളെ കൊത്തിയെടുത്തിട്ട് ഇവൻ ഉയരങ്ങളിലേക്ക് പറക്കും. ഉയരങ്ങളിൽ ചെന്നിട്ട് ഈ കുഞ്ഞുങ്ങള് വളരെ സുഖമായിട്ട് പറന്ന് വേണിപ്പോവും. ഇവനറിയുന്നില്ല തന്റെ പിതാവ് എന്താണ് ചെയ്യാൻ, തന്റെ മാതാവ് എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. അങ്ങനെ ഉയരങ്ങളിൽ കൊണ്ടുപോയിട്ട് ഈ കഴുകൻ കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് വിട്ടുകളയും. ഈ കുഞ്ഞുങ്ങളെ അടിച്ച് ഉരുണ്ടും പിടന്നും താഴേക്ക് വന്ന് ഉയരങ്ങളിൽ താഴേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ കുഞ്ഞ് പാറയുടെ പുറത്ത് വീഴാൻ പോകുന്നതെന്ന് അറിയുമ്പോൾ കഴുകൻ തന്റെ ചിറകുകള് വിരിച്ചുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് കഴുകൻ. ഒരിക്കലും തന്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചെങ്കിലും അവര് ഒരു കല്ലിന്റെ പുറത്ത് വീണ് പതറിപ്പോവാൻ, ചിതറിപ്പോകാൻ, അല്ലെങ്കിൽ മരിച്ചു പോകാനായിട്ട് അവര് കഴുകൻ സമ്മതിക്കില്ല. അങ്ങനെ ചിറക് വിരിച്ചു നിൽക്കും കഴുകൻ. ഇതാണ് കഴുകന്റെ ചരിത്രം. അതുപോലെ തന്നെയാണ് പിതാവായ ദൈവവും. നാം ഒരു പ്രതിസന്ധി പരീക്ഷിക്കപ്പെടുമ്പോൾ, ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്ന നമ്മൾ പറയരുത്. ദൈവം നമ്മളെ പരീക്ഷിക്കുന്നുണ്ടെങ്കിൽ ചിറകുകൾ വെച്ചിട്ട് നമ്മളെ പറക്കാൻ പഠിപ്പിക്കുക. നാം പലപ്പോഴും ചില പ്രതിസന്ധിയുടെ കടന്നുപോയെങ്കിൽ മാത്രമേ ആ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ അതിജീവിച്ച് കഴിയുമ്പോൾ നാം വീഴാൻ പോകുന്നത് ഒരിക്കലും ദൈവത്തിന്റെ മക്കള് വീഴാൻ ദൈവം അനുവദിക്കുകയില്ല. ഒരിക്കലും ദൈവത്തിന്റെ മക്കള് തളരാൻ അനുവദിക്കുകയില്ല. ആരാലും നശിപ്പിക്കപ്പെടാനും ദൈവമക്കളെ ദൈവം വിട്ടുകൊടുക്കുകയില്ല. അതവിടെ കല്ലിലേക്ക് അടിച്ചു വീഴാനോ കളിലേക്ക് തകർന്നു വീഴാനോ ദൈവം ഒരിക്കലും തന്റെ മക്കളെ അനുവദിക്കുകയില്ല. അപ്പോൾ അവിടെ തന്റെ ചിറകുകൾ വിരിച്ചുകൊണ്ട് ദൈവത്തിന്റെ ചിറകുകളുടെ കീഴിൽ അവർ സംരക്ഷണം നൽകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. അതുകൊണ്ടാണ് പ്രിയ മക്കളെ നാം എപ്പോഴും ദൈവത്തോട് ചേർന്നിരിക്കാൻ പറയുന്നത്. എന്തിനു വേണ്ടിയാണ് ഈശോ കുരിശിൽ തൂങ്ങി മരിച്ചത്?
ഈശോയ്ക്ക് വേണമെങ്കിൽ അവിടെ മരിക്കാതെ കുരിശിൽ ഇറങ്ങിപ്പോകാൻ വരുതല്ലേ. ഈശോയ്ക്ക് വേണമെങ്കിൽ അവിടുന്ന് അന്നേരം വേണേ ഇറങ്ങി മാറാമായിരുന്നു. ഈശോയ്ക്ക് വേണമെങ്കിൽ ഈ സഹനങ്ങളൊന്നും ഏറ്റെടുക്കാതെ പോകാമായിരുന്നു. ഇന്ന് നാം ഒക്കെ വളരെയധികം മാന്യന്മാരായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ, നാം ഇന്ന് മാന്യന്മാരായിട്ട് ക്രൈസ്തവ ജീവിതം നയിക്കുന്നുണ്ടെങ്കിൽ, ഒരാളിന്റെ അല്ലെങ്കിൽ ഒരു വലിയൊരു സത്യത്തിന്റെ, വലിയൊരു വേദനയുടെ, വലിയൊരു സഹനത്തിന്റെ ബാക്കിപത്രമാണ് നാമൊക്കെ. ഈശോ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇന്നും നാം ആ പാപത്തിന്റെ ആ ചെളിക്കുള്ളിൽ തന്നെ കിടന്നേനെ. നമുക്കൊരിക്കലും ഒരു മോചനം ഉണ്ടാവുകയില്ല. ഈശോ അതിനുവേണ്ടി നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു കഴിഞ്ഞു. അതാണ് നാം ഒരിക്കലും നശിക്കാതിരിക്കാൻ, എന്റെ മക്കള് നശിച്ചു പോകാതിരിക്കാൻ അവിടുന്ന് ചിറകുകൾ വിരിച്ച് ക്രൂശിന്മേല് കിടന്നു നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി, പാപത്തിന്റെ പരിഹാര ബലിയായി തന്റെ കുരിശില് നമ്മുടെ ഓരോ പാപങ്ങളും, നമ്മൾ ചെയ്യുന്ന ഓരോ പാപങ്ങളും അവിടുത്തെ കുരിശിലേക്ക് നോക്കുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കണം. എന്റെ ഓരോ പാപത്തിന്റെ ഫലമാണ് ഈശോയുടെ ക്രൂശ് മരണം എന്ന് പറയുന്നത്. നമ്മൾ കേട്ടിരിക്കുക ഈശോയ്ക്ക് ഏറ്റ അടികളെ കുറിച്ചല്ലേ. എത്ര അടികളാണ് ഈശോ കൊണ്ടിരുന്നത്? 485 മുറിവുകൾ ഈശോയുടെ ചരിത്രം ഉണ്ടായിരുന്നു പറഞ്ഞത്. ഈ ഓരോ മുറിവുകളും എന്റെ പാപത്തിന്റെ ഫലമാണെന്നാണ് പറയുന്നത്. കാരണം ഞാൻ ചെയ്ത പാപങ്ങൾ. അതുകൊണ്ട് പ്രിയ മക്കളെ, നാം എപ്പോഴും ഒരിക്കലും ദൈവം നമ്മളെ പരീക്ഷിക്കും. ആ പരീക്ഷണ കാലഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ചിന്തിച്ചോണം, നമുക്ക് ഏതെങ്കിലുമൊക്കെ മനസ്സിലാക്കി തരാനായിട്ട് തമ്പുരാൻ കൊണ്ടുപോകുന്നത്. നമുക്കൊക്കെ ഒരു ചെറിയ രോഗം വരുമ്പോൾ നമ്മൾ തളർന്നു കഴിഞ്ഞല്ലേ, നമുക്കൊരു ചെറിയൊരു അവശത വരുമ്പോൾ നമ്മൾ തളർന്നു കഴിഞ്ഞു, ഒരു സാമ്പത്തിക മേഖല വന്ന് തകർന്ന് നമ്മൾ തീർന്നു, നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു. ഇങ്ങനെ പോകുന്ന ഒരിടങ്ങൾ നമ്മൾ ചിന്തിക്കണം. പലപ്പോഴും ദൈവമക്കളെ ദൈവം കൊണ്ട് നടക്കുന്ന വഴി നടത്തുന്നത് ഇങ്ങനെയൊക്കെയാണ്. നമുക്കറിയാം, ഈ നമ്മുടെ പുറപ്പാടുകളും പുസ്തകങ്ങൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും ഇസ്രായേൽ എന്തുമാത്രം കഠിനമായ പ്രയാസങ്ങളോട് കടന്നുപോയത്. എന്നിട്ടും അവരെല്ലാം കാത്തുപരിപാലിച്ച് കൊണ്ടുവന്നിട്ട് അവരുടെ പ്രശ്നങ്ങൾ തീരുന്നുണ്ടോ? അവരവസാനം വരെ വീറുപുറത്തുകൊണ്ടായിരുന്നു അല്ലെ. ഇത് തന്നെയാണ് നമ്മളും. ഇന്നും നമുക്ക് എല്ലാം ഉണ്ട് അല്ലെ, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. വണ്ടിക്ക് വണ്ടിയുണ്ട്, വീടിന് വീടുണ്ട്, കാറിന് കാറുണ്ട്, എല്ലാ സൗകര്യങ്ങളും. എന്നാലും നമ്മുടെ പെരുവെറുപ്പ് തീരുമോ? ഒരിക്കലും തീരത്തില്ല. നമുക്കൊന്നും തികയത്തില്ല. ഈ ഒരു ജനം തന്നെയല്ലേ നമ്മളും. നമ്മള് ബൈബിളിൽ വായിക്കുന്ന പ്രഭാടനം കടന്നു പോകാൻ കാണുന്ന ആ ഇസ്രായേലിന്റെ പെരുവെറുപ്പ് തന്നെയല്ലേ നമ്മളും പെരുവെറുത്തോണ്ടിരിക്കുന്നത്. എന്നാൽ ഒരത്ഭുതം നമ്മൾ ചിന്തിക്കാറുണ്ടോ? എന്റെ ദൈവം സകലത്തിന്റെ ഉടയവനാണ്. നമ്മൾ ആദ്യം വായിച്ചു കേട്ടില്ലേ, ഈശോയാണ് രക്ഷകനെന്ന് അല്ലെ, നീ ജീവിക്കുന്ന ക്രിസ്തുവാണെന്ന് നമ്മൾ പറഞ്ഞില്ലേ. പക്ഷേ ഒരു ചെറിയൊരു പ്രതിസന്ധി, ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ നമ്മുടെ ഈ വാക്കുകളൊക്കെ മാറിപ്പോകും അല്ലെ. നമ്മള് അവിടെ നമുക്ക് നിർക്കാൻ തുടങ്ങും. ദൈവമേ എനിക്ക് അത് കിട്ടിയില്ല, ദൈവമേ അതെനിക്ക് പോരാ, ഇത് പോരാ, എനിക്ക് അത് വയ്യ, എനിക്ക് ഇത് വയ്യ. നമ്മുടെ പ്രശ്നങ്ങളായി വീണ്ടും ആ ഒരു ജനത തന്നെ കടന്നു പോവുകയാണ്. അപ്പൊ നമ്മള് വർഷങ്ങൾക്ക് മുൻപേ കടന്നു വന്ന ആ ഒരു ഇസ്രായേൽ ജനം തന്റെ ആ പെരുവങ്ങളും പിണക്കങ്ങളും കൊണ്ട് ഇന്ന് നമ്മൾ കടന്നു പോവുകയാണ് നമ്മുടെ ഒരു ജീവിത സാഹചര്യങ്ങളിലൂടെ. അതുകൊണ്ട് പ്രിയ മക്കളെ, നാം ഒരു കാര്യം ചിന്തിക്കുക, ദൈവത്തിന്റെ മുൻപില് എപ്പോഴും നമ്മള് പരിശുദ്ധരായി അവിടുത്തെ മുൻപിൽ പൂർണ്ണതയോടുകൂടി നിൽക്കാനായിട്ട് എനിക്ക് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നാം വിജയിച്ചു. നമുക്ക് മറ്റൊന്നും വേണ്ട. നമ്മുടെ തമ്പുരാന്റെ മുൻപിൽ നമുക്ക് എനിക്ക് നിൽക്കാൻ സാധിക്കണം. അവിടെ പറഞ്ഞില്ലേ, ഞാൻ പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുക. ഈശോയോടുകൂടെ ഈശോയുടെ ആ ഒരു പരിപൂർണത നമ്മൾ നേടിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം. നമ്മുടെ ജീവിതത്തില്, നമ്മുടെ പ്രതിസന്ധികളിൽ എല്ലാം ഉണ്ടാകുന്ന നമ്മുടെ ജീവിത ശൈലികളിലൊക്കെ ഈശോയെ പോലെ ഒന്ന് ആകാനായിട്ട് ഈശോയുടെ ഏതെങ്കിലും ഒരു ചെറിയൊരു അംശമെങ്കിലും ഈശോയെ എന്റെ ജീവിതത്തിൽ ആനയിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? എന്റെ വാക്കില്, എന്റെ പ്രവൃത്തിയില്, എന്റെ ചിന്തയില്, എന്റെ നോട്ടത്തില്, എന്റെ ജീവിത സാഹചര്യങ്ങളിലൊക്കെ ഈശോയുടെ ഈ അടുത്ത ദിവസം നിങ്ങൾ കണ്ടോ? ഒരു കുഞ്ഞ്, നിങ്ങൾ കണ്ടിരിക്കാം, ഒരു കുഞ്ഞ് അരളിക്കായലേക്ക് തൊട്ടപ്പോഴല്ലേ ആ കുഞ്ഞ് കരയുന്നത് ഞാനത് പഠനത്തിന് അയച്ചിട്ടുണ്ടായിരുന്നു. ആ കൊച്ചിന്റെ കരച്ചിലുണ്ടോ? നിങ്ങൾ ആരും ശ്രദ്ധിച്ചത് എനിക്കറിയില്ല. ആ ഒരു സീൻ ഞാൻ അയച്ചതല്ലേ. ആ കൊച്ച് അപ്പനുമായിട്ട് വല്യപ്പനുമായിട്ട് വന്നിട്ട് അരളിക്കാടിലേക്ക് വന്നപ്പോഴ് തൊട്ടപ്പോഴ് ആ കുഞ്ഞ് പൊട്ടിക്കരയാണ്. നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ ഈശോയെ കാണുമ്പോൾ അത് പൊട്ടിക്കരയാൻ തോന്നിയിട്ടുണ്ടോ? നമ്മൾ കാണുന്ന നമ്മുടെ ഹൃദയം ഒന്ന് വാങ്ങിച്ച് നമുക്കൊന്ന് ഹൃദയം നമുക്കൊന്ന് തേങ്ങാൻ സാധിച്ചിട്ടുണ്ടോ? ഈശോയുടെ മുഖത്തേക്ക് നോക്കുമ്പോഴോ? ഹൃദയ മക്കളെ, ഈശോയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കണം. വല്ലപ്പോഴും നാം വല്ലപ്പോഴും ഒക്കെ ആ മുഖം ഒന്ന് കാണണം. പറയുന്ന ഈശോയുടെ ആ മുൾമുടിയെ കുറിച്ച് പറയുമ്പോൾ ആ മുള്ളുകള് ഈശോയുടെ നമ്മുടെ ചുമ്മിൽ
പാപത്തിലേക്ക് പതിക്കുമ്പോൾ നമ്മുടെ വേദന, അതിന്റെ വേദന എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന് ചുംബിക്കുമ്പോഴാണ് വേദന. നമ്മൾ യേശുവിനെ തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം, ഈ നോമ്പ് കാലം അടുത്ത് വരിക അല്ലെ, നമ്മളെല്ലാം നോമ്പിലേക്ക് കടക്കാൻ പോവുകയാണ്. ഈശോയെ ഒന്ന് അറിയാനായിട്ട് ഈശോ ചോദിച്ചില്ല, അന്നത്തെ തിരുവചനത്തോട് കേട്ടില്ലേ, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ഞാൻ ആരാണെന്ന് നമ്മളോട് ഓരോരുത്തരും ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ഈശോ ഇത് ചോദിക്കുകയാണ്, ഞാൻ ആരാണെന്നാണ് ഈ കൂട്ടായ്മയുള്ളവർ പറയുന്നത്, അല്ലെങ്കിൽ ഈ കൂട്ടായ്മയുള്ള ഓരോ വ്യക്തികളും പറയുന്നത്. ഈശോ ചോദിക്കുകയാണ്. ഈ നോമ്പ് കാലത്തിലൂടെ ഈശോയെ തിരിച്ചറിയാൻ നമുക്ക് ശ്രമിക്കാം. ഈശോയുടെ അതുകൊണ്ട് പരീക്ഷകളും പരീക്ഷണങ്ങളും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകും. ഇവിടെ ഒന്നും നമ്മൾ പതറരുത് ഇവിടെയൊക്കെ. കാരണം എപ്പോഴും അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, നിന്നെ കുറിച്ചുള്ള ഒരു പദ്ധതി ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടല്ലേ. നിന്റെ ഭാവി, നിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി, അല്ലെ നിന്റെ ഭാവി, അല്ലെ നിന്നെ കുറിച്ചുള്ള പദ്ധതി ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പദ്ധതികളാണ്. അതിൽ ചിലപ്പോൾ ഏറ്റക്കുറച്ചിലുണ്ടാകും, നമ്മുടെ കാഴ്ചപ്പാടിൽ ചിലപ്പോൾ ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാകും. നമ്മളെല്ലാവരും പോലെ ആയിരിക്കണമെന്നില്ല, ഇത് എല്ലാവരും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. അപ്പൊ അതിൽ കുറവുകൾ ഉണ്ടാകാം. എന്റെ അടുത്തിരിക്കുന്ന വ്യക്തിയെ പോലെ ഞാനായിരിക്കില്ല, അല്ലെങ്കിൽ എന്റെ പുറകിലിരിക്കുന്ന വ്യക്തിയെ പോലെ എനിക്കാകാൻ സാധിക്കില്ല. പക്ഷെ തമ്പുരാനൊരു പദ്ധതിയുണ്ട്, അത് ഓരോ വ്യക്തികളുടെയും പൂർത്തീകരണത്തിലുള്ള പദ്ധതിയാണ്. ആ പദ്ധതിയുടെ പൂർത്തീകരണം എന്ന് തമ്പുരാൻ നിറവേറ്റുന്നു, അന്നാണ് നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകാൻ സാധിക്കുന്നത്. ആർക്കും തമ്പുരാന്റെ പദ്ധതികള് പൂർണ്ണമായിട്ടും അത് പൂർത്തീകരിക്കാത്ത ദൈവമാരെയും ഈ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്കോ അല്ലെങ്കിൽ ദൈവത്തിന്റെ അടുക്കിലേക്ക് വിളിക്കുകയില്ല. അതുവരെ നാം ഇവിടെ കിടന്ന് ചിലപ്പോൾ കഷ്ടത അനുഭവിക്കേണ്ടതായിട്ട് വരും, ചിലപ്പോൾ ദുരിതം അനുഭവിക്കേണ്ടതായിട്ട് വരും, ചില പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും, ചില രോഗങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും, ചില സാമ്പത്തിക തകർച്ചകൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും, ഈ ചില ജോലിയില്ലാത്ത അവസരം കടന്നു പോകേണ്ടതായിട്ട് വരും. ഇതൊക്കെ വരും. ഇതൊക്കെ എന്റെ തമ്പുരാൻ നമ്മൾ ഒരു പക്ഷേ തമ്പുരാൻ നമ്മളെ ഓരോ വഴിയിലൂടെ കൊണ്ടു നടക്കുന്നത്. അതാ പറഞ്ഞ ഇടുങ്ങിയ വാതിലിലൂടെ കടന്നു വരാൻ പറഞ്ഞല്ലേ. എന്താ പറഞ്ഞിരിക്കുന്നത് നിങ്ങള്? ഇടുങ്ങിയ വാതിലൂടെ. എന്തിനാ ഇടുങ്ങിയ വാതിൽ കടന്ന? നമ്മളെ നേരെ വാതിലൂടെ കടന്നാ പോരെ. എന്തിനാ ഇടുങ്ങിയ വാതിൽ കൊടുത്തത്? പ്രയാസത്തിന്റെയും ബുദ്ധിമുട്ടിന്റെയും. ഞാൻ പറഞ്ഞ കഴിഞ്ഞ തന്നെ കുഞ്ഞുങ്ങളെ മുട്ടയിട്ടവിടെ വളർത്തിയത് അവരിവിടെ കടന്ന് ഞെരുക്കി വേദന അനുഭവിച്ച് ശരീരമൊക്കെ മരവിച്ച് വേണം അവർ വരാൻ. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ഇടുങ്ങിയ വാതിലുണ്ടായിരിക്കും. അല്ല എല്ലാവർക്കും എല്ലാ സമയവും ഇങ്ങനെ തുറന്നൊരു വാതിലല്ല. കാരണം അതിലൂടെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല. ഇടുങ്ങിയ വാതിൽ നമ്മുടെ കടന്നു വരുമെങ്കിൽ മാത്രമേ ദൈവസന്നിധിയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രിയ മക്കളെ, അവിടുന്ന് വീണ്ടും പറയാണ്, വീണ്ടും നമുക്കറിയാം, എന്റെ പ്രിയ സഹോദരൻ, നിങ്ങൾക്ക് മാർഗപ്രദർശനം സംഭവിക്കരുത്. ഉത്തമവും പൂർണ്ണമായ എല്ലാ ദാനങ്ങളും ഉന്നതത്തിൽ നിന്ന് മാറ്റാമോ? മാറ്റത്തിന്റെ നിഴലില്ലാത്ത പ്രകാശങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു. തന്റെ സൃഷ്ടികളിൽ ആദ്യഫലമാകേണ്ടതിന് സത്യത്തിന്റെ വചനത്താൽ നമുക്ക് ജന്മം നൽകാൻ അവിടുന്ന് തീരുമാനമായി. സത്യത്തിന്റെ വചനത്താൽ ജന്മം നൽകുവാൻ അവിടുന്ന് തീരുമാനമായി. അതുകൊണ്ടാണ് വചനം കേൾക്കുന്നവരാകാതെ, അതായത് വചനം ആയിരിക്കുന്നവരായിട്ട് മാറാൻ നമ്മൾ ശ്രമിക്കുക. അതിന് സത്യത്തിന്റെ ആ വചനത്താലാണ് നമുക്ക് രക്ഷയുള്ളൂ. സത്യത്തെ കുറിച്ച് നമ്മൾ തിരിച്ചറിഞ്ഞ് ഈ വചനത്തെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് നമുക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കാം. അതുകൊണ്ട് പ്രിയ മക്കളെ, ഇത്രമാത്രം ചിന്തിക്കുക. ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതൊന്നും നമ്മളതിനെ അത്ര കാര്യമായിട്ട് എടുക്കാതെ തമ്പുരാന്റെ കയ്യിലേക്ക് വിട്ടുകൊടുക്കുക. അവിടെ നിന്ന് അത് നമുക്ക് നേരെ നമ്മൾ പരീക്ഷകളെ അതിജീവിക്കാനായിട്ട് ശ്രമിക്കുക. പരീക്ഷകളെ അതിജീവിച്ചു കഴിയുമ്പോൾ നമുക്ക് ആ സൗഭാഗ്യത്തിലേക്ക് നമ്മളെല്ലാം സാധിക്കും. അതുകൊണ്ട് പ്രതിസന്ധി, പ്രശ്നം, രോഗം, അല്ലെങ്കിൽ സാമ്പത്തിക തകർച്ച, ജോലിയില്ലായ്മ, ഇതൊന്നും കൊണ്ട് നമ്മൾ തളരരുത്. അവിടെ തളർന്നു കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നമുക്ക് ആ പ്രതിസന്ധിയെ തരണം ചെയ്യാനായിട്ടുള്ള വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് തരുന്നതെല്ലാം നന്മയ്ക്കാണെന്നും തമ്പുരാൻ നമ്മളെ വിളിച്ചിരിക്കുന്നതും അവിടുത്തെ ലക്ഷ്യപൂർത്തീകരണത്തിനാണെന്ന് മനസ്സിലാക്കുക. നാം ഈ ഭൂമിയിലേക്ക് ജനിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കുറിച്ച് തമ്പുരാനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ പൂർത്തീകരണം നമ്മിലൂടെ കർത്താവ് പൂർത്തീകരിക്കും. ആ പൂർത്തീകരണം എന്തെന്ന് എനിക്കും അറിയത്തില്ല, നിങ്ങൾക്കും അറിയത്തില്ല, ആർക്കും അറിയില്ല. അത് തമ്പുരാന് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് നമുക്ക് തരുന്ന അനുദിന ജീവിതം, ആ കിളിവാതിലേക്ക് എഴുന്നേറ്റ് തമ്പുരാനെ, ഇത് ഞാൻ എന്താണ് ചെയ്യുന്നത്, ഇന്നത്തെ തുടക്കം എന്താണ്, ഇന്നത്തെ എന്റെ അവസാനം എന്താണ്, ഇന്നത്തെ തുടക്കത്തിൽ തമ്പുരാനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു പ്രഭാതം കൂടെ കാണാനുള്ള വലിയ ഒരു കൃപ എനിക്ക് തന്നതിന് ഒരു നന്ദി പറയുക. അവസാനം കിടക്കാൻ നേരം ദൈവത്തിന് നന്ദി പറയുക. തന്ന കൃപയ്ക്കായിട്ട് നന്ദി പറയുക. ഇത്ര മാത്രം നമ്മൾ ചെയ്ത് നമ്മുടെ പ്രാർത്ഥന അവസാനിപ്പിക്കുക. അനുദിന ജീവിതത്തില് ഈ രണ്ട് കാര്യങ്ങളിലെങ്കിലും നമ്മൾ ശ്രദ്ധ വേണം. ഇതാണ് നമ്മുടെ വഴി. ഏത് വഴിയാ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ കർത്താവിനോട് ഈ പ്രഭാതം തന്നതിന് നന്ദി പറയുക. വൈകുന്നേരം കിടക്കാൻ നേരം തമ്പുരാനോട്, തമ്പുരാനെ ഈ തന്ന കൃപയ്ക്കായിട്ടും
നന്ദി പറയുക. ഈ വഴിയെടുത്ത് നമുക്ക് മുന്നോട്ട് പോകാം. കണ്ണുകൾ അടയ്ക്കാം. നമുക്ക് ആരാധനയ്ക്ക്